ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കൂടുതൽ സൗകര്യം ഒരുക്കിയതായി മന്ത്രി വി എൻ വാസവൻ. നിലയ്ക്കലിൽ 2000-ലധികം വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എരുമേലിയിൽ 6 ഏക്കറിലാണ് പാർക്കിംഗ് സൗകര്യം. സുരക്ഷയ്ക്കായി 13,500 പോലീസുകാരെ വിന്യസിച്ചു. ഭക്തർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കും. KSRTC സർവീസ് കാര്യക്ഷമമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ലേബി സജീന്ദ്രൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ലേബി, തീർത്ഥാടനകാലം സുഗമമാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ പൂർണ്ണമെന്നാണോ മന്ത്രി വി എൻ വാസവൻ പറയുന്നത്? സുജയ, തീർച്ചയായും അങ്ങനെ തന്നെയാണ് മന്ത്രി വി എൻ വാസവൻ ഇന്ന് കൊച്ചിയിൽ പ്രതികരിച്ചത്. ശബരിമല തീർത്ഥാടകർക്ക് ഒരു അസൗകര്യവുമില്ലാതെ അയ്യപ്പനെ ദർശിച്ച് മടങ്ങുന്നതിനുള്ള സൗകര്യങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സഞ്ചാരയോഗ്യമായ പാതകളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. കാനനപാതയിലൂടെ മല കയറുന്നവർക്ക് ഇടയിലെല്ലാം വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ചുക്കുവെള്ളം എല്ലായിടത്തും, എല്ലാ ഭാഗത്തും, എല്ലാ സമയത്തും ക്രമീകരിച്ചിട്ടുണ്ട്. 2000-ലധികം വാഹനങ്ങൾ കൂടി നേരത്തെ ഉള്ളതിൽ അധികമായി 2000 വാഹനങ്ങൾ കൂടി അധികമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നിലയ്ക്കലിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്, ക്രമീകരിച്ചിട്ടുണ്ട്. എരുമേലിയിൽ 6 ഏക്കറിൽ പാർക്കിംഗ് സൗകര്യമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള മറ്റു ഭാഗങ്ങളിലും ഗതാഗത സൗകര്യങ്ങളെല്ലാം കൃത്യമായി ക്രമീകരിച്ചിട്ടുണ്ട്. ഗതാഗത വകുപ്പുമായി ഏകോപനം ഇക്കാര്യത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ വനം വകുപ്പുമായി ഏകോപനമുണ്ട്. 13,500ഓളം പോലീസുകാരെയാണ് വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുന്നത്. ഭക്തർക്ക് ഇൻഷുറൻസ് പരിരക്ഷ അതാദ്യമായിട്ടാണ് അത്തരത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്നത്. ഈ തീർത്ഥാടന കാലത്ത് വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഇതിന്റെ ആനുകൂല്യം ഉണ്ടായിരിക്കും. ഇതിന്റെ പ്രീമിയം തുക സർക്കാർ ആയിരിക്കും അടയ്ക്കുക. KSRTC സർവീസ് ഇന്നത്തെ ഹൈക്കോടതിയുടെ നിരീക്ഷണം സംബന്ധിച്ചും നമ്മൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ KSRTC സർവീസ് കാര്യക്ഷമമാകും. അതിലൊരു അപാകതയും ഇല്ലാതെ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് തന്നെ ആ സർവീസിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാനുള്ള സംവിധാനവും നടത്തിയിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കും എന്നുള്ള കാര്യമാണ് ഇന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത്. ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു തീർത്ഥാടന